രാഹുലിനെ വിട്ടു ഇന്ന് ദിലീപ്. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി ഇന്ന് ഏതാണ്ട് 12 മണിയോടുകൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങളുടെ സകല ശ്രദ്ധയും ഇന്ന് ദിലീപ് വിഷയത്തിലാണ്. ഇന്ന് രാവിലെ രാഹുലിൻ്റെ കേസും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഒരൊറ്റ മാധ്യമങ്ങളും ഇന്നത് ശബ്ദിക്കുന്നേയില്ല. കാരണം രാഹുലിൻ്റെ ആ അപേക്ഷ കോടതി പരിഗണിക്കുവാൻ സാധ്യത 99% മേളിലാണുള്ളത്. കാരണം ഒരു ഊമക്കത്തിൻ്റെ പേരിൽ KPCC അധ്യക്ഷൻ DGPക്ക് നൽകിയ പരാതിയിന്മേലാണ് ഇപ്രകാരം ഒരു വ്യാജ പരാതിയുടെ മേൽ FIR രജിസ്റ്റർ ചെയ്യുകയും അതിൻ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. അതിന്മേൽ ഇന്ന് 99% രാഹുലിന് അനുകൂലമായി വിധി ഉണ്ടാവും. അപ്രകാരം ഒരു വിധി ഉണ്ടായാൽ രാഹുലിന് അറസ്റ്റ് ചെയ്യില്ല, രാഹുലിന് പുറത്തിറങ്ങാം. അതോടുകൂടി യുവന്മാരുടെ സകല വാദവും പൊളിയും. രാഹുലിൻ്റെ നിയമപരമായ പോരാട്ടത്തിൻ്റെ ആദ്യ വിജയമായിരിക്കും അത്. പക്ഷേ അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവന്മാർ തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഇന്നലെ മുതൽ തന്നെ ദിലീപ് വിഷയം ആളിക്കത്തിച്ചു തുടങ്ങി. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം ഇന്ന് അതിൻ്റെ പുറവിലാകും. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ വിഷയം ഇന്ന് അതിനകത്ത് മുങ്ങിപ്പോകും. രാഹുലിന് ജാമ്യം ലഭിച്ചു എന്ന ആ വാർത്ത ഒന്നുമല്ലാതായി മാറും. ദിലീപ് വിഷയം കൊണ്ട് അതിനെ മൂടിക്കളയും. നടിയുമായി ബന്ധപ്പെട്ട കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയേറെ പ്രമാദമായ 2017 ഫെബ്രുവരിയിൽ സംഭവിച്ച ആ കേസിൽ നീണ്ട 3215 ദിവസങ്ങൾക്ക് ശേഷമാണ്, ആ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി M വർഗീസ് വിധി പ്രസ്താവിക്കും. തുടക്കം മുതൽ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ കേസിനെ നിരീക്ഷിക്കുന്ന ആ ജഡ്ജിൻ്റെ വിധിയെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇന്ന് 11 കോടതി നടപടികൾ ആരംഭിക്കും. ഏതാണ്ട് 12 മണിയോടുകൂടി വിധി പ്രസ്താവം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 8ാം പ്രതി ദിലീപും 1ാം പ്രതി പൾസർ സുനിയും ഒക്കെ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. 12 മണിക്ക് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പറയുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാന 2 പ്രവൃത്തി ദിവസങ്ങളിൽ അവധിയെടുത്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് കേസിൻ്റെ വിധി പറയുവാനുള്ള അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയത്. കോവിഡ് ലോക്ക്ഡൗണിന് പുറമെ പ്രതികളിലൊരാളായ നടൻ ദിലീപും പ്രോസിക്യൂഷനും അതിജീവിതയും പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീണ്ടുപോകുവാൻ കാരണമായിരുന്നു. അതുപോലെ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം വിചാരണ നിർത്തിവെച്ചാണ് തുടരന്വേഷണം നടത്തിയത്. അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ കേസിൽ നിർണായക സ്വാധീനം ചെലുത്തിയ അന്തരിച്ച മുൻ MLA PT തോമസ്, അതുപോലെ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഈ കേസിൻ്റെ അന്വേഷണത്തിലും അതുപോലെ സാക്ഷി വിസ്താരത്തിലുമെല്ലാം വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ന് ഈ വിധി കേൾക്കുവാനില്ല എന്നത് നാം ഓർക്കേണ്ടുന്ന വസ്തുതയാണ്. ഈ കേസിൽ 261 സാക്ഷികളും 833 രേഖകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. പ്രമുഖ നടീനടന്മാരും സംവിധായകരും ഉൾപ്പെടെ 266 സാക്ഷികളെ വിസ്തരിക്കുവാൻ മാത്രം 438 ദിവസം വേണ്ടി വന്നു. ഇതിൽ സിനിമക്കാരും നടൻ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 28 പേർ മൊഴി മാറ്റി എന്നതും ശ്രദ്ധേയമാണ്. മൊഴികളിൽ വ്യക്തത വരുത്തുവാനുള്ള തുടർവാദങ്ങൾക്കും നടപടികൾക്കും വേണ്ടി 294 ദിവസം കൂടി കോടതിക്ക് വേണ്ടി വന്നു. ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 833 രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ രേഖപ്പെടുത്തിയത്. അതുപോലെ വളരെ കോൺഫിഡൻഷ്യലായി കോടതിയിൽ സമർപ്പിച്ച ആ വീഡിയോ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയത് നീതിപീഠത്തിന് തന്നെ കളങ്കമുണ്ടാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കി എന്നതും ശ്രദ്ധേയമാണ്. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2017 ഫെബ്രുവരി 17
കൊച്ചിയിൽ വാഹനത്തിൽ നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നതാണ് കേസ്. SN സുനിൽ എന്ന പൾസർ സുനി, മാർട്ടിൻ ആൻ്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം എന്ന വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ്, P ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപ്, സനിൽകുമാർ എന്ന മേസ്തിരി സനിൽ, G ശരത് എന്നിവരാണ് 1 മുതൽ 10 വരെയുള്ള പ്രതികൾ. ഈ പ്രതികളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. വളരെയേറെ ആകാംക്ഷാപൂർവ്വം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കേസായിരുന്നു ഇത്. അങ്ങനെ ഇന്ന് രാഹുലിനെ വിട്ടുപിടിച്ചു. ഇന്ന് ദിലീപാണ് മുഖ്യതാരം. ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കോടതിയിൽ തെളിയുന്ന പക്ഷം 1-ാം പ്രതി ഉൾപ്പെടെ ലഭിക്കുന്നവർക്ക് പോലെയുള്ള ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയേറെ ആകാംക്ഷപൂർവ്വമാണ് ഈ വിധിയെ കാത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ഇന്ന് ജാമ്യം ലഭിക്കുമ്പോൾ അത് ദിലീപ് വിഷയത്തിൽ മുങ്ങിപ്പോകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.